വിശുദ്ധ കാർലോ അക്യൂട്ടിസിൻ്റെ കാനനൈസേഷനിൽ പങ്കെടുത്തത് വളരെ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിരുന്നു. സെയിൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിലേക്ക് കയറുകയും അതിൻ്റെ ഒപ്പം ആ കാനനൈസേഷനിൽ കാർലോ അക്യൂട്ടിസുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള വീട്ടുകാരും കൂട്ടുകാരും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് കാണുമ്പോൾ എത്രത്തോളം ഒരു വളരെ യങ് ആയിട്ടുള്ളൊരു പയ്യന് ലോകത്തെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടത്. കാർലോ അക്യൂട്ടിസ് ഒരിക്കലും വളരെ ഗ്രാൻഡായിട്ടുള്ള വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഓരോ ദിവസവും അവൻ വിശുദ്ധിയിൽ ജീവിക്കുകയാണ് ചെയ്തത്. അതായത് ഡെയിലി കുർബാന വഴിയും പ്രാർത്ഥന വഴിയും കാരുണ്യ പ്രവർത്തികളൊക്കെ വഴിയും പിന്നെ പരിശുദ്ധ കുർബാനയുള്ള സ്നേഹം വഴിയും. കാർലോനെ എക്സ്ട്രോർഡിനറി ആക്കിയത് അവൻ ഉപയോഗിച്ച സാധ്യതകളാണ്. മോഡേൺ ടൂൾസ് ആയിട്ടുള്ള കമ്പ്യൂട്ടറും ഇൻ്റർനെറ്റും ഒക്കെ ആയിരുന്നു അവൻ്റെ ഇവാഞ്ചലൈസേഷൻ്റെ പാത്വേ. അവൻ ഒരിക്കലും അത് ചെയ്തത് ശ്രദ്ധ പിടിച്ച് പറ്റാൻ വേണ്ടി ആയിരുന്നില്ല, മറിച്ച് ക്രിസ്തുവിന് വേണ്ടിയായിരുന്നു. എനിക്കൊരിക്കലും തോന്നുന്നില്ല അവനുണ്ടാക്കിയ വെബ്സൈറ്റ് ഒരിക്കലും പബ്ലിക്കിൽ കാർലോ എന്ന് പറഞ്ഞൊരു പയ്യനുണ്ടാക്കിയ വെബ്സൈറ്റാണെന്ന് പറഞ്ഞ് അവൻ ജീവിച്ചിരുന്ന കാലത്ത് പോലും അതിന് പബ്ലിസിറ്റി കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇൻഫ്ലുവൻസേഴ്സിൻ്റെയും കോണ്ടൻറ്റ് ക്രിയേറ്റേഴ്സിൻ്റെയും ഈ കാലത്ത് കാർലോ നമ്മളെ ഓർപ്പിക്കുന്നത് ദാറ്റ് നമ്മുടെ പാഷൻ വഴി നമ്മളുടെ ഹോബീസൊക്കെ വഴി നമുക്ക് ഈശോനെ പ്രഘോഷിക്കാൻ പറ്റും എന്നുള്ളതാണ്. എനിക്ക് പേഴ്സണലി ഈ കാനനൈസേഷനിൽ പങ്കെടുത്തത് വളരെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് കൂടിയായിരുന്നു. കാരണം എൻ്റെ അമ്മ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് നേർന്ന ഒരു നേർച്ചയായിരുന്നു. കാർലോ അക്യൂട്ടിസിനോട് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലമായി എൻ്റെ പഠനമെല്ലാം വളരെ ഭംഗിയായി അവസാനിക്കണം. അങ്ങനെ അവസാനിക്കുമ്പോൾ കാർലോ അക്യൂട്ടിസിൻ്റെ കാനനൈസേഷൻ റോമിൽ എന്ന് നടക്കുന്നുവോ അന്ന് ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നാണെങ്കിലും ഞാൻ അവിടെ എത്തും എന്നുള്ളതായിരുന്നു നേർച്ച. അപ്പം അതിനും എനിക്ക് നിറവേറ്റാൻ പറ്റി എന്നുള്ള സന്തോഷമുണ്ട്. ആൻഡ് കാർലോ അക്യൂട്ടിസ് എന്നെ ഓർപ്പിച്ച ഒരു കാര്യമാണ് ദാറ്റ് ഹോളിനെസ് ഇസ് ഫോർ ഓൾ.